ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. തൻ്റെ പീഡാസഹന മരണ പുനരുദ്ധാന രഹസ്യങ്ങളുടെ രക്ഷാകര പദ്ധതി നമ്മുടെ മുമ്പിൽ ഏറ്റവും സൗന്ദര്യത്തോടെ, ഏറ്റവും ആകർഷകമായി, ഏറ്റവും പ്രൗഢിയോടെ അനുധാവനം ചെയ്യേണ്ട, ധ്യാനിക്കേണ്ട ഈ കാലഘട്ടത്തിൽ തൻ്റെ പീഡാസഹനങ്ങളുടെ പ്രസക്തി എന്താണെന്നും ആ പീഡാസഹന വഴിയിലൂടെ നടക്കേണ്ടവനാണ് ക്രിസ്ത്യാനി എന്നും അവിടുന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ പ്രവൃത്തികളാണ് താൻ ചെയ്തിരുന്നത് എങ്കിൽ ആരും തന്നെ കുറ്റം വിധിക്കുമായിരുന്നില്ല. ഈ ലോകത്തിലായിരുന്നു കൊണ്ട് തന്നെ അയച്ച പിതാവിൻ്റെ ഉത്തരവാദിത്വങ്ങൾ അവൻ ചെയ്തതുകൊണ്ട് അവനെ ലോകം വെറുത്തു. അവനെ ലോകം വെറുത്തുവെങ്കിൽ അവൻ്റെ ശിഷ്യരായ നമ്മെയും ലോകം വെറുക്കും. കാരണം നാം പിതാവ് കാണിച്ചു തന്ന, പുത്രൻ കാണിച്ചു തന്ന വഴിയിലൂടെ നടക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. ആ നിയോഗം ഏറ്റെടുക്കുന്നവന് മാത്രമേ ക്രിസ്ത്യാനി എന്ന പേരിന് അർഹതയുള്ളൂ, അവകാശമുള്ളൂ. ഈ ലോകത്തോട് കോംപ്രമൈസ് ചെയ്ത് ഈ ലോകത്തിൻ്റെ വഴികളിലൂടെ നടക്കാനാണ് എൻ്റെയും നിങ്ങളുടെയും നിയോഗമെങ്കിൽ നമ്മളാരും ക്രിസ്ത്യാനി എന്ന പേരിന് അർഹരല്ല. ഒരുപക്ഷെ നമ്മുടെ പേരിലോ അഡ്രസ്സിലോ ഒക്കെ ഈ പദപ്രയോഗം ചേർത്ത് വെക്കാമെങ്കിലും ക്രിസ്തു ആഗ്രഹിക്കുന്ന ക്രിസ്തു ശിഷ്യൻ്റെ പദവിയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുക സാധ്യമല്ല. കൃത്യമായി അവിടുന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, അവൻ നടന്ന വഴികളിലൂടെ നടക്കാൻ നമുക്കും ഉത്തരവാദിത്വമുണ്ട്. അവൻ സഹിച്ച പീഡകളിലൂടെ നമ്മളും കടന്നു പോകാൻ നമുക്ക് നിയോഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സഹന വഴികൾ, അത് രോഗപീഠകളാകാം, സാമ്പത്തിക പ്രതിസന്ധികളാകാം, മറ്റേതെങ്കിലുമൊക്കെ രീതിയിലുള്ള പ്രലോഭനങ്ങളോ പ്രതിസന്ധികളോ അസ്വസ്ഥതകളോ ഒക്കെ ആകാം. അതിന് അവൻ പരിഹാരം തരും. അവനിൽ ആശ്രയിക്കുക, അവനോട് ചേർന്ന് നിൽക്കുക. ദുഃഖങ്ങളെയും സഹനങ്ങളെയും വേദനകളെയും രോഗപീഠകളെയും എല്ലാം ഇരുകൈ നീട്ടി സ്വീകരിക്കുക. അവൻ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എങ്കിൽ ശ്രദ്ധാലുവാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ കരുതലുള്ളവനാണ്. നമ്മുടെ നാളെ അവൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. അത് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സുരക്ഷിതത്വമാകണമെന്ന് നിർബന്ധമില്ല. ദൈവം എന്നെക്കുറിച്ച് എന്താണ് വിഭാവന ചെയ്തിരിക്കുന്നത്, അത് എന്നിലെ യാഥാർത്ഥ്യമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. അതുകൊണ്ട് സഹന വഴികൾ, അതിനെക്കുറിച്ച് ഏറെ ചേർന്നിരുന്ന് ചിന്തിക്കേണ്ട ഈ അവസാന വിനാഴികകൾ നമുക്ക് ഗൗരവത്തോടെ കരുതാം. ഈശോയുടെ പുനരുദ്ധാനത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കത്തിൻ്റെ നാളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഹൃദയപരമാർത്ഥതയോടെ കൊച്ചു ത്രേസ്യ പുണ്യവതിയും അൽഫോൻസാമയൊക്കെ പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ, സഹന വഴികളിലൂടെ നടക്കുവാൻ, സഹനത്തിൻ്റെ തീളിച്ചൂളയിലൂടെ കടന്നു പോകുമ്പോഴും നീ അരികെയുണ്ട് എന്ന്, നീ കയ്യിൽ പിടിച്ച് നടത്തുന്നവനാണ് എന്ന ബോധ്യത്തോടെ മുന്നോട്ട് പോകാൻ, എല്ലാ പ്രാതികൂല്യങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തി തരണമേ എന്ന പ്രാർത്ഥന ദൈവസന്നിധിയിൽ നിന്നും ഉയർത്താം. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.